ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വൈറ്റ് പീസ് കറിയും വെള്ളയപ്പമാണ്. വൈറ്റ് പീസ് ഓവർനൈറ്റ് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം. വൈറ്റ് പീസ് ടേസ്റ്റ് കുറച്ച് വ്യത്യാസമുണ്ട് ഗ്രീൻ പീസിനെക്കാട്ടും. എനിക്കിഷ്ടം വൈറ്റ് പീസാണ് കേട്ടോ. കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, മുങ്ങിക്കെടുക്കണ പോലെ വെള്ളം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ഒരു മീഡിയം സബോള ഒന്ന് മുറിച്ചെടുക്കാം. കത്തിക്ക് തീരെ മൂർച്ച കുറവാണ്. നമ്മളിങ്ങനെ കത്തി തീരെ മൂർച്ച കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അതേപോലത്തെ കപ്പില്ലേ അതിൻ്റെ ബാക്കിലൊന്നിങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ ഉരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് അത്യാവശ്യം മൂർച്ചയാവും കത്തിക്ക്. പ്രത്യേകിച്ചും സബോളയൊക്കെ മുറിക്കുമ്പോൾ നല്ല മൂർച്ചയുണ്ടെങ്കിലാണ് വേഗം മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കൂലേ, അങ്ങനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കത്തിക്ക് നല്ല മൂർച്ച വേണം. അപ്പോൾ അതാ നല്ല മൂർച്ചയായിട്ടുണ്ട് കത്തിക്ക്. ഇനി വേഗം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സബോള അതുപോലെ തന്നെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് ഒരേപോലെ വഴണ്ടി വരുള്ളൂ. പിന്നെ നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ വേഗം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോഴും ഇതേപോലെ നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ച് കിട്ടും. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അതുപോലെ തന്നെ പച്ചമുളക്. ഇതങ്ങനെ എരിവൊന്നുമില്ലാത്ത പച്ചമുളകാണ്, പക്ഷേ ആ പച്ചമുളകിൻ്റെ ആ ഒരു നല്ലൊരു മണല്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി, ചെറിയ തക്കാളി മതി. തക്കാളിയും ഇതേപോലെ തന്നെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുക. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ തക്കാളി അതെ നല്ല വേഗം തന്നെ വഴണ്ട് കിട്ടും. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക്, ജീരകം, ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. കടുകും ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ മുറിച്ച് വെച്ചേക്കണ സബോള ചേർത്ത് കൊടുക്കുക. സബോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവണ വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റുന്നതോടെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണവും മാറിക്കിട്ടും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിയിലൊന്നും പിടിക്കില്ല. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഒന്ന് വഴറ്റുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മസാലപ്പൊടികളും ഉപ്പും എല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി എരിവിന് ആവശ്യത്തിന്, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വെക്കണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് തക്കാളിയിലെ എണ്ണ തെളിഞ്ഞ് വരും. ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വയ്ക്കാം. നമ്മുടെ പീസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഞാനൊരു 10 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ കണ്ട ഒരുപാട് വെന്തിട്ടൊന്നുമില്ല, നല്ല വേറെ കിടക്കുന്നുണ്ട്. നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം സിമ്മിൽ വെക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. കളറൊക്കെ കണ്ട മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ മല്ലിയില ചേർത്ത് കൊടുക്കുക. വെള്ള പട്ടാണി കറി റെഡിയായി. നല്ല സ്വാദുണ്ട് കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വെള്ളയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. പിന്നെ നമ്മൾ പാവ് ഉണ്ടാക്കൂലേ, പാവ് ബണ്ണിൻ്റെ കൂടെ കഴിക്കാം, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. എല്ലാം നല്ല സ്വാദുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വെള്ളയപ്പം ഉണ്ടാക്കാം. പീസ് കറിയുടെ തിക്നെസ്സൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വെള്ളയപ്പം ഞാൻ തേങ്ങയില്ലാത്ത വെള്ളയപ്പമാണ് കേട്ടോ. അത് തേങ്ങയില്ലാണ്ട് അരച്ചെടുത്ത വെള്ളയപ്പത്തിൻ്റെ മാവ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റൊക്കെ നമ്മൾ വളരെ കുറച്ചേ ഇടുള്ളൂ. അപ്പോൾ ഈസ്റ്റിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ വെള്ളയപ്പം നല്ല ഇഷ്ടമാവും.
അതുപോലെ തന്നെ വെള്ളയപ്പം നല്ല വെളുത്തന്നെ വരും, നല്ല വെള്ള കളറായിട്ടുണ്ടാവും. തേങ്ങയൊന്നും നമ്മൾ ചേർക്കണില്ല. സൈഡിലൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ഏറ്റവും നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവും, നല്ല വെളുത്തിരിക്കുകയും ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉണ്ടാക്കാം വെള്ളയപ്പം വൈറ്റ് പീസ് കറിയും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.